ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ലോകത്തെ ഏറ്റവും വലിയ നിർമ്മാണ കേന്ദ്രമായി ഇന്ത്യ മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 10,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് അദ്ദേഹം കൊച്ചിയിൽ തുടക്കം കുറിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക വേണ്ടെന്നും ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷ കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തുമെന്നും പ്രധാനമന്ത്രി. സ്പീക്കർ ഓം ബിർളയെ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയം തള്ളി ലോക്സഭ. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പാചകവാതക ക്ഷാമം സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഉയരുന്നു. ഇന്ന് രേഖപ്പെടുത്തിയത് 4% വർധന. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂരിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. വാർത്തകൾ വിശദമായി. ലോകത്തെ ഏറ്റവും വലിയ നിർമ്മാണ കേന്ദ്രമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മിത ബുദ്ധി, സെമി കണ്ടക്ടർ മേഖലകളിൽ രാജ്യം അതിവേഗം പുരോഗതി കൈവരിക്കുകയാണെന്നും അദ്ദേഹം കൊച്ചിയിൽ 10,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പറഞ്ഞു. ആത്മനിർഭർ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് പെട്രോളിയം മേഖലയുടെ വികസനം അനിവാര്യമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ ഇന്ന് തുടക്കം കുറിച്ച റോഡ് വികസന പദ്ധതികൾ സംസ്ഥാനത്തെ കർഷകർക്കും ടൂറിസം മേഖലയ്ക്കും മറ്റ് വ്യവസായങ്ങൾക്കും ഗുണകരമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. आज केरलम के कई महत्वपूर्ण रोड प्रोजेक्ट की भी शुरुआत हुई. 6 लेन की सड़क बनने से अलीकल पोर्ट की कनेक्टिविटी बेहतर होगी. 6 लेन के कोझिकोड बाईपास से जाम की समस्या कम होगी और इससे ट्रेवल टाइम भी बहुत बच सकेगा. इन सारे प्रोजेक्ट से केरलम के किसानों को लाभ होगा, यहाँ टूरिज्म और दूसरी इंडस्ट्री को बल मिलेगा. 5,500 കോടി രൂപയുടെ പോളിപ്രൊപ്പിലിൻ യൂണിറ്റിന്റെ ശിലാസ്ഥാപനത്തിന് പുറമെ വിവിധ റോഡ്, റെയിൽവേ പദ്ധതികളുടെ ഉദ്ഘാടനവും കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നിർവഹിച്ചു. തലപ്പാടി ചെങ്കള 6-വരിപ്പാത, വെങ്ങളം രാമനാട്ടുകര 6-വരി ബൈപ്പാസ് എന്നീ ദേശീയപാത പദ്ധതികൾ, പിഎം ഗ്രാം സഡക് യോജനയിലൂടെ നിർമ്മിച്ച 23 ഗ്രാമീണ റോഡുകൾ എന്നിവ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പുനർനിർമ്മിച്ച ഷൊർണൂർ, കുറ്റിപ്പുറം, ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പാലക്കാട് പൊള്ളാച്ചി ട്രെയിൻ സർവീസിന്റെ ഫ്ളാഗ് ഓഫും നിർവഹിച്ച അദ്ദേഹം ഷൊർണൂർ നിലമ്പൂർ റോഡ്, റെയിൽപാത വൈദ്യുതവത്കരണ പദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. കൊല്ലം വെസ്റ്റ് കല്ലട ഫ്ളോട്ടിംഗ് സോളാർ പദ്ധതിക്കും അദ്ദേഹം തറക്കല്ലിട്ടു. കലൂർ സ്റ്റേഡിയത്തിന് സമീപം നടന്ന പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിൽ 10,000ങ്ങളാണ് അണിനിരന്നത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക വേണ്ടെന്നും ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷ കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കലൂർ സ്റ്റേഡിയത്തിൽ ബിജെപി സംഘടിപ്പിച്ച വികസിത കേരളം മോദിക്കൊപ്പം പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗൾഫ് മേഖലയിലെ ഇന്ത്യൻ എംബസികൾ പ്രവാസികൾക്ക് 24 മണിക്കൂറും സഹായം നൽകിവരുന്നതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. गल्फ में वेस्ट एशिया में जो कुछ हो रहा है उससे आप सभी का चिंतित होना बहुत स्वाभाविक. हमारे लाखों भाई बहन वहां काम करते. जब भी हमारा कोई देशवासी संकट में पड़ा, हमने उसे सुरक्षित बचाने के लिए पूरी ताकत लगा दी. आज का भारत अपने नागरिकों को संकट में अकेला नहीं छोड़ता. എൽഡിഎഫും യുഡിഎഫും സംസ്ഥാനത്ത് വികസനത്തിന് തടസ്സം നിൽക്കുന്നതായും അദ്ദേഹം വിമർശിച്ചു. വികസിത കേരളമാക്കി സംസ്ഥാനത്തെ മാറ്റുമെന്ന് ഉറപ്പു നൽകിയ ശ്രീ മോദി ഇതിനായി എൻഡിഎ സർക്കാരിനെ അധികാരത്തിലെത്തിക്കണമെന്നും പറഞ്ഞു. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുതിർന്ന ബിജെപി നേതാക്കൾ, എൻഡിഎ ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ധീവരസഭയുടെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഇന്ന് കൊച്ചി മറൈൻ ഡ്രൈവിൽ നിർവഹിച്ചു. 2018ലെ പ്രളയം നേരിടുന്നതിൽ മത്സ്യത്തൊഴിലാളികൾ കേരളത്തിന് നൽകിയ പിന്തുണയെ അദ്ദേഹം പ്രശംസിച്ചു. മത്സ്യബന്ധന മേഖലയുടെ ഉന്നമനത്തിനായി നിരവധി പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നതായി പിഎം മത്സ്യസമ്പദ യോജന അടക്കമുള്ള പദ്ധതികൾ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയതിൽ മലയാളി ജനതയെ അദ്ദേഹം അഭിനന്ദിച്ചു. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ 5,650 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി അല്പസമയം മുൻപ് തുടക്കം കുറിച്ചു. 2 അമൃത് ഭാരത് ട്രെയിനുകൾ, രാമേശ്വരം മംഗളൂരു, തിരുനെൽവേലി മംഗളൂരു എക്സ്പ്രസ് ട്രെയിനുകൾ, മയിലാടുതുറൈ കാരൈക്കുടി പാസഞ്ചർ എന്നിവ അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു.
സ്പീക്കർ ഓം ബിർളയെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയം തള്ളി ലോക്സഭ. സ്പീക്കറുടെ വിശ്വാസ്യത പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നത് ദൌർഭാഗ്യകരമാണെന്ന് ചർച്ചയിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു. സ്പീക്കർക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയം പാർലമെന്ററി രാഷ്ട്രീയത്തിലെ ഖേദകരമായ സംഭവമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എന്നാൽ തന്റെ പ്രസംഗം ഒന്നിലേറെ തവണ തടസ്സപ്പെടുത്താൻ സഭയിൽ ശ്രമം നടന്നതായി പറഞ്ഞ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റ് ഏതെങ്കിലും കക്ഷികൾക്ക് മാത്രം സംസാരിക്കാനുള്ള ഇടമല്ലെന്നും ചൂണ്ടിക്കാട്ടി. ചർച്ചകൾ പൂർത്തിയാക്കിയ ശേഷം ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ശേഷം രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലുണ്ടായ പാചകവാതക ക്ഷാമം സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിക്ക് കത്തയച്ചു. ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും എൽപിജി ക്ഷാമം മൂലം സാധാരണ നിലയിൽ പ്രവർത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടെന്നും കത്തിൽ പറയുന്നു. ഗാർഹിക ഉപഭോക്താക്കൾക്കും ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയ്ക്കും മതിയായ തോതിൽ എൽപിജി ലഭ്യമാക്കാൻ ഇടപെടൽ നടത്തണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ആവശ്യമെങ്കിൽ ഇതിനായി സബ്സിഡി നൽകണമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. രാജ്യത്ത് ഊർജ്ജ പ്രതിസന്ധിയില്ലെന്നും ഗാർഹിക ഉപഭോക്താക്കൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യം നിലനിൽക്കുന്നില്ലെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. വിവിധ സ്രോതസ്സുകളിൽ നിന്നുള്ള ഊർജ്ജ ലഭ്യതയും ഇറക്കുമതിയും ഉറപ്പുവരുത്തുന്നതിനു പുറമെ എൽപിജി ഉൽപാദനം വർദ്ധിപ്പിക്കാൻ എണ്ണ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയതായി കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി. ഗാർഹിക ഉപഭോക്താക്കൾക്ക് സിഎൻജി പിഎൻജി ലഭ്യത പൂർണ്ണമായും ഉറപ്പുവരുത്തും. ഗാർഹിക എൽപിജി ഉപഭോക്താക്കൾക്കും ആശുപത്രികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ അവശ്യ മേഖലകൾക്കും എൽപിജി വിതരണത്തിൽ മുൻഗണന നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവിലയിൽ ഇന്ന് 4% വർധന രേഖപ്പെടുത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിലെ തടസ്സങ്ങൾ ആശങ്ക സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് വില വർധന. ബ്രെന്റ് ക്രൂഡ് വില 3.8% വർദ്ധിച്ച് ബാരലിന് $91 എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ലോകത്തെ ഏറ്റവും നിർണായക ഊർജ്ജപാതയായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിൽ പ്രതിസന്ധി തുടരുകയാണ്. പ്രതിദിനം ഏകദേശം 20 ദശലക്ഷം ബാരൽ എണ്ണയാണ് ഹോർമൂസിലൂടെ കടന്നുപോയിരുന്നത്. ഇന്ത്യ, ചൈന, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ 80% എണ്ണയും പ്രകൃതിവാതകവും ഹോർമൂസ് വഴിയാണ് എത്തിക്കുന്നത്. സംഘർഷം ആരംഭിച്ച ഫെബ്രുവരി 28 ശേഷം ഇതുവഴിയുള്ള ചരക്ക് ഗതാഗതത്തിൽ 90% ഇടിവുണ്ടായി. പുതുച്ചേരി സംസ്ഥാനത്തിന്റെ ഭാഗമായ മാഹിയെ കണ്ണൂരുമായി ബന്ധിപ്പിക്കുന്ന മാഹി പാലത്തിന് സമാന്തരമായി പുതിയ പാലം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം മാഹി സന്ദർശിച്ച പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസനാഥനാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. മയ്യഴിയുടെ പ്രവേശന കവാടമായ മാഹി പാലം 1933 നിർമ്മിച്ചത്. തകരാറുകളെ തുടർന്ന് പലതവണ പാലത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു. പുതിയ പാലം നിർമ്മിക്കുന്നതിനായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസനാഥൻ ചർച്ച ചെയ്തതിനെ തുടർന്നാണ് ഇത് സംബന്ധിച്ച് ധാരണയിലെത്തിയത്. 35 കോടി രൂപ ചെലവിട്ടാണ് പാലം നിർമ്മിക്കുക. മാഹി ടൌൺ സ്ഥിതി ചെയ്യുന്ന 2.5 കിലോമീറ്ററോളം വരുന്ന ഇടുങ്ങിയ റോഡുകൾ വീതി കൂട്ടുമെന്നും അതിനുള്ള നടപടികൾ കൈക്കൊണ്ടതായും ലഫ്റ്റനന്റ് ഗവർണർ അറിയിച്ചു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്നും നാളെയും ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും പാലക്കാട്, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ, കോട്ടയം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നേക്കുമെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 1342 പോയിന്റ് നഷ്ടത്തിൽ 76,864ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 395 പോയിന്റ് താഴ്ന്ന് 23,867ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 680 രൂപ വർദ്ധിച്ച് 1,19,760 രൂപയും ഗ്രാമിന് 14,970 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം വാൻഡ്രോസ് ജംഗ്ഷനിൽ 8.5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കായിക ഭവൻ മന്ത്രി വി അബ്ദുറഹ്മാൻ നാടിന് സമർപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോകത്തെ ഏറ്റവും വലിയ നിർമ്മാണ കേന്ദ്രമായി ഇന്ത്യ മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 10,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് അദ്ദേഹം കൊച്ചിയിൽ തുടക്കം കുറിച്ചു.
പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക വേണ്ടെന്നും ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷ കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തുമെന്നും പ്രധാനമന്ത്രി. സ്പീക്കർ ഓം ബിർളയെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയം തള്ളി ലോക്സഭ. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പാചകവാതക ക്ഷാമം സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഉയരുന്നു. ഇന്ന് രേഖപ്പെടുത്തിയത് 4% വർധന. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂരിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.